ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുതിയ നെക്ക് ഡിസൈൻ നോക്കാം. അതിനായിട്ട് ഒരു സൂചി നൂലും എടുക്കുക. ആദ്യമേ തന്നെ ഒരു ചെറുതായിട്ടൊരു ഇൻറ്റു മാർക്ക് കൊടുക്കുക. ഇൻറ്റു മാർക്ക് കൊടുത്തിട്ട് ആ മാർക്കിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് തുടങ്ങുക. ഏറ്റവും അറ്റത്തുനിന്ന് തുടങ്ങി അത് തീരുന്നിടത്ത് തിരിച്ചു കുത്തുക. തീരുന്നിടത്ത് തിരിച്ചു കുത്തിയിട്ട് ഇതിൻ്റെ നമ്മൾ മാർക്ക് ചെയ്ത മറ്റേ അറ്റം ഉണ്ടല്ലോ, ഇവിടെയായിട്ട് ഒന്നുകൂടെ കുത്തി അതും ആ വര തീരുന്നിടത്ത് തിരിച്ചു കുത്തുക. അപ്പം നമുക്കൊരു ഇൻറ്റു മാർക്കിൽ കിട്ടും. ഇനി നമുക്കൊരു ഇൻറ്റു മാർക്ക് കിട്ടി. ഇനി ഇതിൻ്റെ നടുക്കായിട്ടൊന്ന് കുത്തിയെടുക്കുക. അതായത് ഈ രണ്ടും കൂടെ ഒന്ന് കൂട്ടിമുട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, ആ കൂട്ടിമുട്ടുന്ന ഭാഗത്തിൻ്റെ ഒരു സൈഡിലായിട്ടൊന്ന് കുത്തിയെടുത്തിട്ട് അത് അതേപടി താഴോട്ട് കുത്തുക. അപ്പോൾ അതൊന്ന് ലോക്കായിട്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതെ അത് നന്നായിട്ട് ലോക്കായിട്ടിരിക്കും. ഇങ്ങനെ നന്നായിട്ട് കിട്ടും. ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് വേണ്ടിയ ഭാഗത്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ആ ഇൻറ്റുവിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക. ആ വരച്ച് വച്ചിരിക്കുന്ന ഭാഗം തീരുമ്പോൾ തിരിച്ചു കുത്തുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആദ്യമേ വരച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഫ്രെയിം വെച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒത്തിരി ടൈറ്റായിട്ട് വലിച്ചു പിടിക്കാതിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ രണ്ടും ചെയ്തതിൻ്റെ നടുഭാഗത്തായിട്ട് കുത്തിയെടുത്ത് അത് ഒന്ന് ലോക്ക് ചെയ്ത് വിടണം. ഇതുപോലെ തന്നെ ഈ ഡിസൈൻ വെച്ച് ഈ ഒരു സ്റ്റിച്ച് വെച്ച് ചെയ്ത ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലും പൈപ്പിംഗ് വെച്ചു. പൈപ്പിംഗ് വെച്ചിട്ട് ഈ പൈപ്പിങ്ങിന് മാച്ചിങ് ആയിട്ടുള്ള ത്രെഡാണ് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് മുകളിൽ നിന്ന് താഴെ വരെ ഒരു സൈഡിലോട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്ന് ഏറ്റവും അറ്റത്തുനിന്ന് തുടങ്ങി ഒരു നമ്മുടെ ആ നെക്കിൻ്റെ മിഡിൽ ഭാഗത്തുനിന്ന് ഒരല്പം താഴെ വരെ ഇങ്ങനെ വരും ഡിസൈന്. എന്നിട്ട് മുകൾ ഭാഗത്ത് ഏറ്റവും വീതി കുറഞ്ഞു വരിക്കും. എന്നിട്ട് താഴോട്ട് വരുന്തോറും വീതി കൂടി ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ പിന്നെ വീതി കുറഞ്ഞു വരും. ആ ഒരു സീക്വൻസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.